അപ്പോൾ ഹേ ഗൈസ്, നമ്മുടെ ഈ ഗെയിമിലേക്ക് ന്യൂ സ്ലീപ്പിംഗ് മോഡും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അത് എങ്ങനെ എടുക്കാമെന്ന് ഞാൻ ഇവിടെ പറയുന്നതായിരിക്കും. അതിനു മുമ്പ് തന്നെ ഞാൻ നിങ്ങൾക്ക് അത് എങ്ങനെ ഇരിക്കുമെന്ന് കാണിച്ചു തരാം. അപ്പോൾ ഇതാണെങ്കിൽ നമ്മുടെ സ്ലീപ്പിംഗ് മോഡും കാര്യങ്ങളൊക്കെ ആർജിസ്റ്റൂളിൽ പോയി സ്ലീപ്പിംഗ് എന്ന് അടിച്ചാൽ നമുക്ക് സ്ലീപ്പിംഗ് ചെയ്യാനുള്ള ഓപ്ഷനും കാര്യങ്ങളൊക്കെ അവിടെ വരുന്നതായിരിക്കും. അപ്പോൾ ഗൈസ് നമ്മൾ കിടക്കാനുള്ള ഓപ്ഷന് ക്ലിക്ക് ചെയ്തപ്പോൾ നമുക്ക് കിടക്കാനുള്ള ഓപ്ഷനും കാര്യങ്ങളൊക്കെ അവിടെ കിട്ടിയിട്ടുണ്ട്. പിന്നെ നമുക്ക് എണീക്കാനുള്ള ഓപ്ഷനും കൂടി അവിടെയുണ്ട്. ഇതൊക്കെ എങ്ങനെ എടുക്കാമെന്ന് ഞാൻ ഇവിടെ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നതായിരിക്കും. അതുകൊണ്ട് തന്നെ ഈ വീഡിയോ മാക്സിമം എല്ലാവരും എൻ്റെ വരെ കാണാൻ ശ്രമിക്കുക. പിന്നെ എൻ്റെ വീഡിയോ ഇതുവരെയും സബ്സ്ക്രൈബും ലൈക്കും ചെയ്യാത്തവരുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ പോയി ലൈക്കും സബ്സ്ക്രൈബും ചെയ്യുക. നിങ്ങൾ ഈ ഹൗസ് കണ്ട ഇത് ആര് ഹൗസാണെന്ന് നിങ്ങൾ വിചാരിക്കും. ഇത് നമ്മുടെ ഓഗി ആൻഡ് കോക്രോച്ചിലുള്ള ഓഗിയുടെ ഹൗസും കാര്യങ്ങളൊക്കെയാണ് ഇത്. ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ഈ ഓഗിയുടെ ഹൗസ് എങ്ങനെ എടുക്കണം. എൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ 2 ലിങ്ക് ഉണ്ട്, അത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. എന്നിട്ട് നിങ്ങൾക്ക് എങ്ങനെയാണെന്ന് പറഞ്ഞു തരാം. ഗൈസ് ഇതാണ് ആ ലിങ്ക് കാര്യങ്ങളൊക്കെ. ഇത് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ആദ്യം തന്നെ ലിങ്ക് 1 കയറണം, ടെക്സ്റ്ററിൽ. ആ ലിങ്കിൽ കയറുമ്പോൾ നമുക്കൊരു ഫയലിലോട്ട് പോകുന്നതായിരിക്കും. ആ ഫയലിലോട്ട് പോകുമ്പോൾ അതിൽ കുറേ ഇമേജ് കാണാൻ പറ്റുന്നതായിരിക്കും. 19 ഇമേജ് ഉണ്ട് മൊത്തം. നിങ്ങൾ ആ 19 ഇമേജും ആദ്യം തൊട്ട് ലാസ്റ്റ് വരെ കറക്റ്റ് ഓർഡറിൽ ഡൗൺലോഡ് ചെയ്തെടുക്കണം. ഡൗൺലോഡ് ചെയ്തെടുത്തതിന് ശേഷം നിങ്ങളെല്ലാം ഡൗൺലോഡ് ചെയ്തതിന് ശേഷം നിങ്ങൾ അടി കാണുന്ന ഓഗി ഹൗസ് പ്രോജക്റ്റ് ഒന്ന് നിങ്ങൾ കോപ്പി ചെയ്ത് വെച്ചേക്കണം. എന്നിട്ട് നിങ്ങൾ നെറ്റൊക്കെ ഓഫാക്കിയതിന് ശേഷം നിങ്ങൾ ഗെയിമിൽ കയറിയതിന് ശേഷം ആർജിസ്റ്റൂൾ എടുത്തതിന് ശേഷം എൻ്റെ മുമ്പത്തെ വീഡിയോ കണ്ടവർക്ക് മനസ്സിലാവും. ബാൻ 1 എന്നടിക്കണം. ബാൻ 1 എന്നടിച്ചതിന് ശേഷം ബാൻ 19 വരെ നമ്മൾ അടിക്കണം. ഞാൻ ഇവിടെ ബാൻ 1 വരെ കാണിച്ചു തരണുള്ളൂ. ബാൻ 1 എന്നടിച്ചതിന് ശേഷം നമ്മൾ ആദ്യം ഡൗൺലോഡ് ചെയ്ത ഇമേജ് ഇവിടെ കൊടുക്കണം. അതേപോലെ തന്നെ അതേ കറക്റ്റ് ഓർഡറിൽ തന്നെ ഇവിടെ ബാൻ 2, ബാൻ 3, ബാൻ 5, അതേപോലെ തന്നെ ലാസ്റ്റ് 19 വരെ നിങ്ങൾ അടിച്ചു കൊടുക്കണം. ഒരു ഗ്രിപ്പ് പോലെ ഇരിക്കണില്ല, അതേപോലത്തെ ഒരു ഇമേജാണ് നമ്മൾ ആദ്യം കൊടുക്കേണ്ടത്. അതേ ഓർഡർ തന്നെ നമ്മൾ 19 വരെ കൊടുക്കണം. ബാൻ 19 വരെ കൊടുക്കണം. ബാൻ 1 തൊട്ട് ബാൻ 19 വരെ കറക്റ്റ് ഓർഡറിൽ നിങ്ങൾ കൊടുക്കണം. പിന്നെ ഗൈസ് ഞാൻ പറഞ്ഞു തന്ന പോലെ തന്നെ നിങ്ങൾ കറക്റ്റായിട്ട് 19 വരെ ചെയ്യാൻ ശ്രമിക്കണേ. അത്രയും കൊടുത്തതിന് ശേഷം നമ്മൾ ആദ്യം കോപ്പി ചെയ്ത ലിങ്ക് കാര്യങ്ങളൊക്കെ നെറ്റ് ഓൺ ആക്കിയതിന് ശേഷം ഇവിടെ പേസ്റ്റ് ചെയ്യണം. ഞാൻ ഇവിടെ പേസ്റ്റ് ഒന്നും ചെയ്യാനില്ല, ഞാൻ ഓൾറെഡി ഈ വീടൊക്കെ എടുത്തിട്ടുള്ളതുകൊണ്ടാണ് ഗൈസ്. ഇത്രയും പേസ്റ്റ് ചെയ്ത് നമ്മൾ ഈ പേസ്റ്റ് ചെയ്തതിന് ശേഷം ഗെയിം ഒന്ന് റീസ്റ്റാർട്ട് അടിച്ചാൽ മതി. നമുക്ക് ഈ ഹൗസും കാര്യങ്ങളൊക്കെ കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഗൈസ് ഇത്രയൊക്കെ ചെയ്തല്ലേ, ഇനി നമുക്ക് ഓഗിയുടെ ഹൗസൊക്കെ എങ്ങനെ കാണാൻ പറ്റും, എങ്ങനെ ഇരിക്കുമെന്ന് നമുക്കൊന്ന് നോക്കിയിട്ട് വരാം. നമ്മൾ ഇത്രയും നേരം ഇതൊക്കെ ചെയ്തിട്ടുണ്ട്, എങ്ങനെയാണ് ചെയ്യണമെന്നാണ് ഇത്രയും നേരം നോക്കിയത്. ഇനി നമുക്ക് ഓഗിയുടെ ഹൗസ് ചുറ്റിക്കറങ്ങിയിട്ട് നമുക്കിനി വരാം. പുറത്തുനിന്നൊക്കെ നോക്കി നമ്മുടെ ഓഗിയുടെ ഹൗസ് ഇങ്ങനെയാണ് ഇരിക്കുന്നത്. ഒരു ബ്ലൂവും ഒരു സ്കൈ ബ്ലൂവും ഒരു യെല്ലോ കളറുമാണ് ഓഗിയുടെ ഹൗസ്. പിന്നെ അവിടെ ഒരു ഓഗിയുടെയും ഒരു പടങ്ങളൊക്കെ അവിടെ വെച്ചിട്ടുണ്ട്. ഇവിടെ വാഷ് ബേസിനും വാഷ് ബേസിനല്ലല്ലോ, ഇവിടെ ബാർദപ്പും അങ്ങനെയൊക്കെ ഇരിക്കുന്നുണ്ട് ഓഗിയുടേത്. അയ്യോ, ഇവിടെ നിന്ന് വന്ന് വീഴുമല്ലോ നമ്മളെ ക്യാരക്ടറും കാര്യങ്ങളൊക്കെ. ആകാശം വന്ന് വീണിട്ടുണ്ട് നമ്മുടെ ക്യാരക്ടറും കാര്യങ്ങളൊക്കെ. നിങ്ങൾക്ക് ഈ ക്യാരക്ടറിനെ എടുക്കണമെങ്കിൽ നിങ്ങൾ പോയി ആർജിസ്റ്റൂളിൽ പോയി PM 11 12 എന്നടിച്ചാൽ മതി. PM 12 എന്നടിച്ചാൽ നമുക്ക് കിട്ടുന്നതായിരിക്കും. പിന്നെ ഇവിടെ ഓഗിയുടെ ബാത്റൂമും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ ഉള്ളത്. പിന്നെ ഇവിടെ വന്നാൽ പ്രത്യേകിച്ചൊന്നുമില്ല. പിന്നെ ഇവിടെ ഒരു സ്റ്റെപ്പും കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. നമുക്കെന്തായാലും ആ സ്റ്റെപ്പിൻ്റെ മണ്ടയിൽ കയറി നോക്കി നോക്കാം ഇവിടെ എന്തൊക്കെ ഉണ്ടെന്ന്. ഇവിടെ വലിയൊരു ഓഗിയുടെ പടവും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഡ്രോയർ, ബെഡ്, ഇവിടെയും ചെറിയ ഡ്രോയറും ലൈറ്റും അങ്ങനെയൊക്കെ കൊടുത്തിട്ടുണ്ട്. വാളൊക്കെ കാണാൻ നല്ല അടിപൊളിയാണ് ഗൈസ്. ഒരു റൂം മാത്രം വേറെ കളർ, ബാക്കിയെല്ലാം ഇങ്ങനെ യെല്ലോയും ബ്ലൂവും കളറാണ് കൊടുത്തേക്കുന്നത്. പിന്നെ സ്റ്റെപ്പിൻ്റെ ഇങ്ങോട്ട് വന്നാൽ ഇവിടെയും ഒരു റൂമും കാര്യങ്ങളൊക്കെ കിട്ടുന്നതായിരിക്കും. ഇവിടെ TVയും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. TV ഇരുന്ന് കാണാനുള്ള സെറ്റപ്പ്, ഒരു സോഫ, ലൈറ്റും കാര്യങ്ങളൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ ഒരു ഫോട്ടോയൊക്കെ ഉണ്ട്, അല്ലാതെ വേറെ ഇവിടെ പ്രത്യേകിച്ചൊന്നുമില്ല. പിന്നെ ഇവിടെ ഒരു ബാൽക്കണിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. പുറത്തെ കാഴ്ചയൊക്കെ കാണാനായിട്ട് ഓഗി സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നതായിരിക്കും. ഇങ്ങനെയൊക്കെ തന്നെയാണ് നമ്മുടെ ഓഗിയുടെ ഹൗസ് ഉള്ളത് കറക്റ്റായിട്ട്. അതായത് നമ്മുടെ ക്യാരക്ടർ ഇവിടെ ചാടി വീണിട്ടുണ്ട്. പണി കിട്ടി ഗൈസ്, നമ്മുടെ ക്യാരക്ടറും കാര്യങ്ങളൊക്കെ ചത്തിട്ടുണ്ട്. അപ്പോൾ ഗൈസ് ഒന്നും കൂടെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. നേരത്തെ കാണിച്ചതും ഞാൻ കാണിച്ചു തരുന്നില്ല, ഈ കാണിക്കാത്ത അടുത്ത് ഞാൻ കാണിച്ചു തരാം. നമ്മൾ നേരെ കാണുന്ന ആ റൂമിൽ നമ്മൾ കയറിയിട്ടില്ലായിരുന്നു. ഇത് ഗൈസ് ഒരു കിടിലൻ കിച്ചണല്ലേ. ഫ്രിഡ്ജുണ്ട്, 2 വാഷ് ബേസിനും ഉണ്ട്, അടിയിൽ ഡ്രോയർ, പിന്നെ ഇവിടെയും എന്തൊരു റൂം പോലെ തീയൊക്കെ കത്തിക്കാനുള്ള സെറ്റപ്പും കാര്യങ്ങളൊക്കെയാണ്. അവിടെ ഒരു വലിയ ഫോട്ടോയും കാര്യങ്ങളൊക്കെ ഉണ്ട് ഗായ്സ്. പിന്നെ ഇവിടെ പ്രത്യേകിച്ചൊന്നും ഇല്ല. ഇവിടെ ഒരു അടിപൊളി കിച്ചണും കാര്യങ്ങളൊക്കെ ഉണ്ട്. കിച്ചൺ, ഫ്രിഡ്ജ്, മണ്ടയിൽ വയ്ക്കുന്ന ലൈറ്റ്, അങ്ങനെ കുറേ ഉണ്ട്.
ഇവിടെ ഒരു പിങ്ക് കളർ ഫ്രിഡ്ജാണ് ഇവിടെ കൊടുത്തേക്കുന്നത് ഓഗിയും കാര്യങ്ങളൊക്കെ. ഓഗിക്ക് യഥാർത്ഥത്തിൽ ഈ പിങ്ക് ഫ്രിഡ്ജും കാര്യങ്ങളൊക്കെ ഉണ്ട് ഗൈസ്. അപ്പോൾ എന്തായാലും നമുക്കിനി ഇത്രയൊക്കെ തന്നെ തോന്നുന്നു നമ്മുടെ ഈ ഹൗസിലുള്ളത്. എന്തായാലും നമുക്കൊന്ന് നോക്കി നോക്കാം, ഇനി വല്ലതും ഈ ഹൗസിൽ നമ്മൾ മിസ്സാക്കിയോ ഒന്ന് നോക്കി നോക്കാം നമുക്ക്. അല്ലെങ്കിൽ ഇത്രയൊക്കെ തന്നെ നമ്മുടെ ഓഗിയുടെ ഹൗസിലുള്ളത്. പിന്നെ നമ്മുടെ ഗെയിമിലേക്ക് ഒരു സൈബർ ട്രക്ക് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അതൊക്കെ എങ്ങനെ എടുക്കാമെന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. അതിന് മുമ്പ് തന്നെ നമ്മുടെ സൈബർ ട്രക്കിൻ്റെ ഒരു ക്ലിപ്പും കാര്യങ്ങളൊക്കെ എനിക്ക് കിട്ടിയിട്ടുണ്ട്. ലീക്കും കാര്യങ്ങളൊക്കെയാണ് എനിക്ക് കിട്ടിയത്. ആഡാവുന്ന ഉറപ്പും കാര്യങ്ങളൊന്നുമില്ല. എന്നാലും ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം എങ്ങനെ ഇരിക്കുമെന്ന്. അപ്പോൾ ഇതാണ് ഗെയിംസ് നമ്മുടെ ഈ ഗെയിമിലേക്ക് വരാൻ പോണ സൈബർ ട്രക്കും കാര്യങ്ങളൊക്കെ കിടലാണ് നമ്മുടെ ഗെയിമിലേക്ക് വരാൻ പോണ ഈ സൈബർ ട്രക്കും കാര്യങ്ങളൊക്കെ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇത് ലീക്കും കാര്യങ്ങളൊക്കെയാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത്. പിന്നെ എൻ്റെ ഈ വീഡിയോ കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെടണമെങ്കിൽ ഈ വീഡിയോയുടെ കമൻറ്റ് ബോക്സിൽ നിങ്ങൾ റെഡ് ഹാർട്ടും കാര്യങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക. അതിന് ശേഷം നിങ്ങൾ പോയി ആ ലൈക്ക് ബട്ടണും സബ്സ്ക്രൈബ് ബട്ടണും ഒന്ന് പോയി അടിച്ചു പൊട്ടിക്കുക. പിന്നെ അടിയിലോട്ട് പോകുമ്പോൾ സൈഡിൽ കാണുന്ന ആ ബെല്ലൈക്കണും കൂടി ഒന്ന് പ്രസ് ചെയ്ത് വെച്ചേക്കുക. എങ്കിലും ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി കിട്ടുകയുള്ളൂ. അല്ലെങ്കിൽ നമ്മുടെ ഗെയിമിലേക്ക് ഒരു ന്യൂ കിച്ചണും കാര്യങ്ങളൊക്കെ നമ്മുടെ ഹൗസിലേക്ക് വരുന്നുണ്ട്. അതൊക്കെ നമുക്ക് എങ്ങനെ എടുക്കാൻ പറ്റുമെന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് ഗെയിം നമ്മുടെ ഗെയിമിലേക്ക് വരാൻ പോണ നമ്മുടെ ഹൗസിലേക്ക് വരാൻ പോണ ആ കിച്ചണും കാര്യങ്ങളൊക്കെ. നല്ല ലക്ഷറി കിച്ചണും കാര്യങ്ങളൊക്കെയാണ്. നല്ല ഫിനിഷിങ്ങിലും അടിപൊളിയായിട്ടാണ് നമ്മുടെ ഗെയിമിലേക്ക് ഇത് കൊണ്ടുവരാൻ പോകുന്നത്. നമ്മുടെ ഈ ജിമ്മിൻ്റെയൊക്കെ ആ സൈഡിലായിട്ടാണ് നമുക്ക് ഈ അടിപൊളി കിച്ചണും കാര്യങ്ങളൊക്കെ കിട്ടുന്നത്. ഇവിടെ കണ്ടാൽ നമുക്ക് മനസ്സിലാവും കുറേ ഇതും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ അതിനു മുമ്പ് തന്നെ നമ്മുടെ ഗെയിമിലേക്കും ഒരു ജെസിബിയും കൂടി വരുന്നുണ്ട്. ജെസിബി കാണാനൊക്കെ നമുക്ക് എങ്ങനെ എടുക്കാമെന്ന് ഞാൻ ഈ വീഡിയോ പറയുന്നതായിരിക്കും. അതുകൊണ്ട് തന്നെ ഈ വീഡിയോ എല്ലാവരും മാക്സിമം എൻ്റെ വരെ കാണാൻ ശ്രമിക്കുക. പിന്നെ ഗൈസ് ഞാൻ നിങ്ങൾക്ക് ഒരു കിടിലൻ ട്രിക്കും കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം. ആ ട്രിക്ക് ചെയ്യാനെന്ന് വെച്ചാൽ നമ്മൾ കറക്റ്റായിട്ട് ചെയ്താൽ നമുക്ക് കിടിലായിട്ട് ആ ട്രിക്കുകളൊക്കെ വർക്കാവുന്നതായിരിക്കും. ഞാൻ ഈ ജസ്റ്റ് ഒന്ന് ഇറങ്ങിയതിന് ശേഷം നിങ്ങൾക്ക് ആ ട്രിക്കുകളൊക്കെ എങ്ങനെ ചെയ്യാമെന്ന് കാണിച്ചു തരാം. ആദ്യം തന്നെ നമ്മൾ 400 അടിച്ചതിന് ശേഷം ഒരു ബൈക്കും കാര്യങ്ങളൊക്കെ സ്പോൺ ചെയ്യണം. അതിന് മുമ്പ് കഴിച്ച് ഞാൻ കുറച്ച് ചീറ്റ് കോഡ്സും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പറഞ്ഞു തരാം. 17 കാര്യങ്ങളൊക്കെ അടിച്ചാൽ നമുക്ക് മുതലേനയും കാര്യങ്ങളൊക്കെ കിട്ടുന്നതായിരിക്കും. ഇതേപോലെ തന്നെ മുതലേനെ കിട്ടുന്നതായിരിക്കും. ഇത് എടുക്കണമെന്ന് വെച്ചാൽ നമ്മൾ മറ്റേ ഇതുണ്ടല്ലേ പ്ലഗിങ് ആപ്പ് വഴിയാണ് ഗൈസ് ഞാൻ എടുത്തിട്ടുള്ളത്. പ്ലഗിങ് ആപ്പിൽ പോയി കോപ്പി ചെയ്തതിന് ശേഷം പേസ്റ്റ് ചെയ്താൽ മതി, നമുക്ക് കിട്ടുന്നതായിരിക്കും. ഇനി നമുക്ക് നേരെ നമ്മുടെ ഈ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ട്രിക്കിലേക്ക് പോവാം. അപ്പോൾ നമുക്ക് ഇനി ആ ട്രിക്ക് കാര്യങ്ങളൊക്കെ എങ്ങനെ ചെയ്യണമെന്ന് നോക്കിയാലോ. ഞാൻ ഒരുപാട് ലാഗ് അടിപ്പിക്കാതെ തന്നെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇത് ചെയ്യണമെങ്കിൽ എന്ന് വെച്ചാൽ നമുക്ക് 3 കാര്യം കറക്റ്റായിട്ട് ചെയ്താൽ മതി. ആദ്യം നമ്മളൊരു ബൈക്കും കാര്യങ്ങളൊക്കെ സ്പോൺ ചെയ്യണം. ഇഷ്ടമുള്ള ബൈക്കും കാര്യങ്ങളൊക്കെ സ്പോൺ ചെയ്താൽ മതി. ഞാൻ ഇവിടെ 400 കാര്യങ്ങളൊക്കെ അടിച്ചാണ് ഒരു ബൈക്കും കാര്യങ്ങളൊക്കെ സ്പോൺ ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മൾ മാസ്കും കാര്യങ്ങളൊക്കെ ഒന്ന് ഊരിയതിന് ശേഷം തലയിരിക്കണം. അതിനുശേഷം നമ്മൾ പോയി സൂപ്പർ ജമ്പും കാര്യങ്ങളൊക്കെ ഒന്ന് ആക്ടിവേറ്റ് ചെയ്ത് വെക്കുക. അത്രയും ചെയ്തതിന് ശേഷം നമ്മൾ ഗെയിമിൽ ഡ്രോൺ മോഡ് ഓണാക്കരുത്. ഡ്രോൺ മോഡൊന്ന് അടിച്ചിട്ട് ഡൺ കൊടുത്ത് മാത്രം വെച്ചേക്കുക. ടാർഗറ്റ് അത് ഓണാക്കി കൊടുത്തു ഗൈസ്. അപ്പോൾ ഗൈസ് ഡ്രോൺ മോഡ് കാര്യങ്ങളൊക്കെ ഓഫാക്കിയതിന് ശേഷം ഒന്നും കൂടെ ഡ്രോൺ മോഡൊന്ന് അടിച്ചിട്ടേക്കണം. ഡൺ കൊടുത്ത് മാത്രം വെച്ചിരുന്നാൽ മതി. ഇനി നമ്മൾ സൂപ്പർ ജമ്പും കാര്യങ്ങളൊക്കെ ചെയ്യണം. അപ്പോൾ നമ്മൾ ആ ആകാശത്ത് പോകുന്ന സമയത്ത് തന്നെ നമ്മൾ ഡ്രോൺ മോഡും കൂടി ഓണാക്കണം. എന്നിട്ട് അപ്പോൾ തന്നെ നമ്മൾ ബൈക്കിലും കയറണം. എന്നിട്ട് നമ്മൾ കുറച്ച് പോയതിന് ശേഷം, കുറച്ച് പോകണമെന്നൊന്നുമില്ല, ഞാൻ അറിയാതെ പോയതാണ്. ഇനി നമുക്ക് ഡ്രോൺ മോഡ് ആ സൈഡ് കാണുന്ന മണ്ടേ കാണുന്ന നേരോ കാര്യങ്ങളൊക്കെ ക്ലിക്ക് ചെയ്ത് ഓഫാക്കണം. നമ്മളിപ്പോൾ ഡ്രോണും മോഡും കാര്യങ്ങളൊക്കെ ഓഫാക്കുമ്പോൾ നമ്മൾ ക്യാരക്ടർ ബൈക്കിൽ നിന്ന് ഇങ്ങനെ ഇളവി ഇങ്ങനെ ഇരിക്കണം നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇനി കുറച്ച് നേരം വെയിറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കാണാൻ പറ്റും ഒരു മാജിക്. ഇപ്പോൾ കാണാൻ പറ്റും നമ്മൾ ക്യാരക്ടർ ചെയ്യുന്ന ഒരു മാജിക് എന്ന് വെച്ചാൽ നമ്മൾ ഹെൽമെറ്റ് എടുത്ത് വെക്കുന്നതായിരിക്കും. ഇതല്ലെങ്കിലും ഇങ്ങനെ ചെയ്താൽ പറ്റുന്നതാണ്. ഇത് വെച്ചാൽ വെറൈറ്റിയാണ്. ക്യാരക്ടർ ഹെൽമെറ്റ് വയ്ക്കി ഊരും, വീണ്ടും വയ്ക്കി ഊരും, വീണ്ടും വയ്ക്കി ഊരും. പല പല കളറാണ്. ഇപ്പോൾ വെച്ചൊരു വൈറ്റാണ്, വീണ്ടും ഒരു ബ്ലൂ കളർ ഒരു ഹെൽമെറ്റ് കാര്യങ്ങളൊക്കെയാണ് ഇത് വെച്ചേക്കുന്നത്. നമ്മുടെ സോംബി ക്യാരക്ടറും കാര്യങ്ങളൊക്കെ. ഇനി നമ്മൾ അടുത്ത നമ്മുടെ സോംബികളൊക്കെ ഇനി അത് ഊരിക്കളഞ്ഞതിന് ശേഷം അടുത്ത ഹെൽമെറ്റുകളൊക്കെ എടുത്ത് വെക്കുന്നതായിരിക്കും. ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. കാരണം നമ്മൾ ക്യാരക്ടറും കാര്യങ്ങളൊക്കെ അടുത്തൊരു ഹെൽമെറ്റുകളൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ റെഡ് ഹെൽമെറ്റും നമ്മൾ ക്യാരക്ടറും കാര്യങ്ങളൊക്കെ ഊരി കളഞ്ഞിട്ടുണ്ട്. ഇനി അടുത്തതും വീണ്ടും ഒരു റെഡ് ഹെൽമെറ്റ് തന്നെ നമ്മൾ ക്യാരക്ടർ വെച്ചിട്ടുള്ളത്. നമ്മൾ എത്ര നേരം ഇങ്ങനെ
ഫോൺ അനക്കാതെ നമ്മളൊന്നിനും വണ്ടിയിൽ നിന്ന് ഇറങ്ങാതെ ഇരിക്കണം. അത്രയും നേരം നമ്മൾ ക്യാരക്ടർ ഹെൽമെറ്റ് ഊരും വെക്കും. അവസാനം ഒരു 10,000 ഹെൽമെറ്റ് അവിടെ നമ്മൾ തറയിലും കയറിലൊക്കെ ആവുന്നതായിരിക്കും. ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ഗൈസ്. ഞാൻ നിങ്ങൾക്ക് ഇറങ്ങി ഒന്ന് കുറച്ച് ആയതിനു ശേഷം ഞാൻ ഒന്ന് ഇറങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇവിടെ കുറേ ഹെൽമെറ്റുകളൊക്കെ ഇവിടെ ഉണ്ട്. ഞാൻ ഒന്ന് വെടി വെച്ചിടുന്നതാണ്. 1 2 3 4 ഗൈസ്. നമ്മുടെ 4 ഹെൽമെറ്റാണ് നമ്മളിപ്പോൾ ഇട്ടിട്ടുള്ളത്. നിങ്ങൾ എത്ര നേരം വെയിറ്റ് ചെയ്യുമ്പോൾ അത്ര നേരം കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഗൈസ് 4 ഗൈസ് 5 ഒരെണ്ണം ഇവിടെ കിടക്കുന്നുണ്ട്. അപ്പോൾ 1 2 3 4 5 ഹെൽമെറ്റുകളൊക്കെയാണ് നമ്മൾ ക്യാരക്ടർ ഊരുകയും വെക്കുകയും ചെയ്തത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ വീഡിയോ ലൈക്കും സബ്സ്ക്രൈബൊക്കെ ചെയ്യണേ. അപ്പോൾ ഗൈസ് ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യണേ. പിന്നെ റെഡ് ഹാർട്ടും കാര്യങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ ബൈ ഗൈസ്.